ഹായ് ഫ്രണ്ട്സ്. അതായത് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്, എക്സ്പ്ലോർ ലൊക്കാലിറ്റീസ്. അപ്പം അതിലേക്ക് നല്ലൊരു വീഡിയോയുമായിട്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നദീറാണ്. ഞാൻ കുഞ്ഞു കുഞ്ഞു വീഡിയോകളൊക്കെ ചെയ്തിട്ട് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യാറുണ്ടായിരുന്നു എൻ്റേതായ രീതിയിൽ. അപ്പോൾ പലരും പറയാറുണ്ട് എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൊരു വ്ളോഗ് തുടങ്ങിക്കൂടെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഞാൻ അതിൻ്റെ പുറകെ പോയിട്ടില്ലെങ്കിലും എൻ്റെ കുഞ്ഞു കുഞ്ഞു വീഡിയോകൾ കണ്ടിട്ട് എനിക്കും കൂടെ വേണ്ടിയിട്ട് നദീർ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്ത് തന്നു. നമ്മുടെ ചാനലിൻ്റെ പേരാണ് എക്സ്പ്ലോർ ലൊക്കാലിറ്റീസ്. പറഞ്ഞ പോലെ തന്നെ നമ്മുടെ തൊട്ടടുത്ത പ്രദേശങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രദേശത്തിൻ്റെ മനോഹരമായ ഇടങ്ങൾ പകർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ചാനലാണ്. അപ്പോൾ ഇത് നദീർ, എൻ്റെ പേര് സുജി. എൻ്റെ നാട്ടിൽ തന്നെയാണ് നദീറും വരുന്നത്. കണ്ണൂർ ജില്ലയിൽ നമ്മൾ പിലാത്ര പറയും. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇത് പിലാത്രയിൽ നിന്ന് കുറച്ചിപ്പോൾ വന്നിട്ടുള്ള കടന്നപ്പള്ളി അതുപോലെ ചന്തപ്പുര, ഈ രണ്ട് പ്രദേശങ്ങളുടെ ഇടയിൽ മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ഉള്ളോട്ട് വന്നിട്ടുള്ള ഒരു പാടത്താണ് നമ്മളുള്ളത്. അപ്പോൾ നമ്മൾ നാട്ടിൽ തന്നെ ഈ ഒരു നല്ലൊരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഒരു ഇഷ്ടത്തോടു കൂടിയാണ് ഇത് ചെയ്തത്. മനോഹരമായി നീണ്ടു നിവർന്ന് കിടക്കുന്ന പാടമാണ്. പാടത്ത് ഒരുപാട് ആൾക്കാർ പണിയെടുക്കുന്നുണ്ട്. അതായത് അവരാണല്ലോ പൊന്ന് വിളയിക്കുന്ന കർഷകർ എന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ കണ്ട പോലെ തന്നെ എത്ര നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. എന്തൊരു മനോഹരമാണ് ഇടന്ന് നമുക്കിവിടെ വന്നപ്പോഴാണ് കാണാൻ പറ്റിയത്. കാരണം നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ കാണാത്ത ഒരുപാട് നല്ല ഇടങ്ങളുണ്ട്. ഇപ്പോൾ നമ്മളൊക്കെ ഇതിൻ്റെ മെയിൻ റോഡ് വഴി ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇത്ര വർഷങ്ങളായിട്ട് പോലും ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഇങ്ങനൊരു ഇടം ഉണ്ടെന്ന് നദീറാണ് എന്നോട് പറഞ്ഞത്. അതനുസരിച്ച് നമ്മളിവിടെ എത്തിയതാണ്. കണ്ടപ്പോൾ തന്നെ നല്ല ഇഷ്ടപ്പെട്ടു. കാരണം തൊട്ടടുത്ത് തന്നെ ചെറിയൊരു തോട് ഒഴുകുന്നുണ്ട്, മനോഹരമായ ഇടം. പിന്നെ അതിലേക്ക് വെള്ളം ഇറക്കിയിട്ടുള്ള ആ ഒരു ഇത്, പിന്നെ പാടത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ ആ ഒരു ഇത്. ഒരുപാട് പണിക്കാറുണ്ട്, രാവിലെ അവർ ഇറങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ആകാശത്തിൻ്റെ നീലിമയും അതുപോലെ പച്ചപ്പ് നിറഞ്ഞ ഇതും തൊട്ടടുത്തായിട്ട് തന്നെ തെങ്ങും തോപ്പൊക്കെ കൂടിയിട്ടുള്ള ഒരു മനോഹരമായ ഗ്രാമപ്രദേശമാണ്. അപ്പോൾ കണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ കണ്ടത് ഇതൊരു ചെറിയൊരു പോക്കറ്റ് റോഡാണ്. അപ്പോൾ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ നമുക്ക് കാണുന്ന ഇടവഴി എന്നൊക്കെ പറഞ്ഞ പോലെ പോക്കറ്റ് റോഡാണത്. അപ്പോൾ അതിൻ്റെ ഒരു വശത്താണ് നമ്മൾ നേരത്തെ കണ്ടത്. ഇപ്പോൾ അതിൻ്റെ മറുവശത്താണുള്ളത്. ഇവിടെ എന്താ പറയണ്ടേ, കണ്ണെത്താ ദൂരത്തോളം നീണ്ടു നിവർന്ന് കിടക്കുന്ന ആ ഒരു കൃഷിയിടം തന്നെയാണുള്ളത്. നമ്മളെ പാടത്ത് കാണുന്ന ഒരുപാട് കൊച്ചകളൊക്കെ നമുക്ക് കാണാറുണ്ട്. പക്ഷേ ഇതിൽ ഒരു വ്യത്യസ്തമായ രീതിയിൽ കുറച്ച് വലിയ രീതിയിലുള്ളതാണ് കാണുന്നത്. അപൂർവമായിട്ട് ഇതിനെ കാണാറുള്ളൂ. ഒരുപക്ഷെ അധികം ശബ്ദങ്ങളും അല്ലെങ്കിൽ ആ രീതിയിലുള്ള ബഹളങ്ങളൊന്നും ഇല്ല. അതുകൊണ്ടാണെന്ന് തോന്നുന്നത് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. നമ്മൾ വീഡിയോ പിടിക്കാൻ നോക്കുന്നുണ്ട്, കിട്ടുമെന്ന് വിചാരിക്കണോ. ആഹാ, കണ്ടോ. ഓക്കെ, പറഞ്ഞ പോലെ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇതുപോലെയുള്ള ഒരു ഗ്രാമഭംഗി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചാനലാണ്. ഏറെക്കുറെ ഇത് എന്നും കാണുന്നവർക്ക് ഇതൊരു പുതുമയല്ലെങ്കിലും ഒരുപക്ഷെ പട്ടണങ്ങളിലൊക്കെ ജീവിക്കുന്നവർക്ക് ഇതുപോലുള്ള ദൃശ്യങ്ങളൊക്കെ, അല്ലെങ്കിൽ എന്നോട് പലരും പറയാറുണ്ട്, പ്രവാസികളായ ഒരുപാട് സുഹൃത്തുക്കളൊക്കെ പറയാറുണ്ട്, നീ ഇടുന്ന നാടിൻ്റെ ഭംഗി ആണ് ഏറ്റവും ഇഷ്ടം. അതായത് അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫേസ്ബുക്കിലൊക്കെ നാടിൻ്റെ ഭംഗിയും അല്ലെങ്കിൽ എന്തൊക്കെയോ പച്ചപ്പ് നിറഞ്ഞതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷേങ്കിൽ പൊതുവേ എന്നും കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അതിന് വലിയൊരു പുതുമയൊന്നും തോന്നാറില്ല. പക്ഷേ എനിക്ക് എപ്പോഴും നല്ല കമൻസും അതുപോലെ ഏറെ ഇഷ്ടത്തോടു കൂടി എനിക്ക് ഇൻബോക്സിലൊക്കെ വന്ന് പറയാം. കാരണം ഈ പ്രവാസികളായ നമ്മൾ ഒരുപാട് സുഹൃത്തുക്കൾ, നാട്ടുകാരായ ആൾക്കാർ, അല്ലെങ്കിൽ വിദേശത്ത് താമസിക്കുന്നവർ, നമ്മുടെ സ്വന്തം നാട് വിട്ട് പോയവർക്കാണ് ഇതൊന്ന് കാണുമ്പോൾ അവരുടെ ആ പഴയ ഓർമ്മകളിലേക്ക്, സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വന്ന ഒരു അനുഭൂതി എന്നാണ് പറയാം. അപ്പോൾ നല്ലൊരു അഭിപ്രായം പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറഞ്ഞ പോലെ എക്സ്പ്ലോർ ലൊക്കാലിറ്റീസ് എന്നുള്ള രീതിയിൽ നമ്മളിത് ചെയ്തത്.
ഇതിപ്പോൾ ചെറിയൊരു അണക്കെട്ടാണ്. ഇവിടുത്തെ കൃഷി ആവശ്യങ്ങൾക്കൊക്കെ എടുക്കുന്ന വെള്ളമൊക്കെ ഇങ്ങനെ ഒഴുകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഞാനുള്ളത്. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മുടെ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. നല്ലൊരു സഹകരണം പ്രതീക്ഷിക്കുന്നു. കാരണം നീണ്ട ഒരു വീഡിയോ ഒക്കെ ചെയ്യണമെങ്കിൽ, ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്, ഒരു 10-20 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു വീഡിയോ ഒക്കെ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സഹകരണം കൂടിയേ തീരുള്ളൂ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഒരിക്കൽ കൂടി പറയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ ഇതാ വയലിൽ രാവിലെ മുതൽ പണിയെടുക്കുന്നവരെ കണ്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുറച്ച് ദൂരെ നടന്ന് ഇവിടം വരെ വരാൻ കാരണം ഈ വീഡിയോയിൽ അവരെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരോട് എന്തെങ്കിലും സംസാരിച്ചുകൊണ്ട് വീഡിയോ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടിയാണ് വന്നത്. ഇതാ കണ്ടോ, ഇവിടെ എത്തിയപ്പോൾ തന്നെ നമുക്ക് സ്റ്റോപ്പായി. കാരണം നമ്മൾ ഷൂവും കോലൊക്കെ ഇട്ടിട്ടാണ് വന്നത്. അപ്പോൾ നമ്മൾ ഈ കോലത്തിൽ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വെച്ചിട്ട് ആ ദൃശ്യം കാണാണ്, അത് പകർത്താണ്. അപ്പോൾ ഇനി വരുമ്പോൾ നദീറേ, നമുക്ക് ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ ബർമൂടയും അതുപോലെ വള്ളിച്ചെരുപ്പൊക്കെ ഇട്ടിട്ട് വരണം. എങ്കിലേ നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് കൂടുതൽ എത്തിപ്പെടാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ പാൻറ്റും സോക്സും ഷൂവും കോട്ടൊക്കെ ഇട്ടിട്ട് വന്നതുകൊണ്ട് അത് നടന്നില്ല. ഇപ്പോൾ കാണാൻ പറ്റും 1 2 3 കുറേ പേരുണ്ട്. അതിനിടയിൽ എന്താ പറയണ്ടേ, എന്ത് കമ്പനി ഇതൊക്കെ വെച്ചിട്ടിട്ട് ഒത്തിരി പേരുള്ളത് പോലെയുണ്ട്. ഈ റോഡാ അവിടെ. ഇതിപ്പോൾ ഈ കാണുന്നത് ഞാൻ പറഞ്ഞില്ല, നമ്മൾ മെയിൻ റോഡ് വഴി പാസ് ചെയ്യാറുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം കടന്നപ്പള്ളിനെയും ചന്തപ്പുറേനെയും ബന്ധിപ്പിക്കുന്ന ഇടയിൽ നമ്മൾ കൊക്കോട്ട് വയൽ, ആ വയലിൻ്റെ നമ്മൾ ഇപ്പോൾ നിൽക്കണത് ആ മെയിൻ റോഡിൽ നിന്ന് ഒരുപാട് ദൂരെ ഉള്ളോട്ട് വന്ന് ഒരുപാട് സഞ്ചരിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് മെയിൻ റോഡിൽ തന്നെ ഇത് കാണാൻ പറ്റുമെങ്കിലും ഇത്ര ഭംഗിയായിട്ട് കാണണമെങ്കിൽ നമുക്ക് ഇവിടെ വന്നാൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും വാഹനങ്ങളൊക്കെ പോകുന്നത്. അതാണ് മെയിൻ റോഡ്. ഞാൻ പറഞ്ഞത് അതുവഴിയാണ് നമ്മളിങ്ങനെ പാസ് ചെയ്യുക, ഒന്നും പാസ് ചെയ്യുക. ദൃശ്യങ്ങളിൽ കാണാൻ പറ്റും റോഡിലൂടെ ഇങ്ങനെ വാഹനങ്ങൾ പോകുന്നത്. ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതൊരു ചെറിയൊരു വീഡിയോ മാത്രമാണ്. ഇനി ഞങ്ങളുടെ ഒരു എന്താ പറയുക, ഒരു നല്ലൊരു വീഡിയോ കൂടി വരാനുണ്ട്. നല്ല ട്രാവലിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ വരാനുണ്ട്. ജസ്റ്റ് നമ്മളെ ഒരു എന്താ പറയുക,
ട്രെയിനിങ്ങിന് മാത്രം നമ്മൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രെയിനിങ്ങിന് മാത്രമാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. നമ്മുടെ സ്വന്തം നാട്ടിൽ തന്നെയാണ് ഇപ്പോൾ ഞങ്ങൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി വരുന്നത് നിങ്ങൾക്ക് നല്ല നല്ല സ്ഥലങ്ങളും അവിടുത്തെ കാഴ്ചകളുമായി ഞങ്ങൾ വരും. നമ്മൾ സുജിയേട്ടൻ ഉണ്ടാകും. സുജിയേട്ട നമ്മളെ വ്ളോഗറാണ് സുജിയേട്ടനാണ് ഇതിലൊക്കെ എല്ലാം നമുക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത്. അപ്പോൾ മൂപ്പർ നിങ്ങളെ സപ്പോർട്ട് ചെയ്തിരിക്കണം, എന്നാലേ നമ്മൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റൂ. നിങ്ങളുടെ ലൈക്കും സബ്സ്ക്രൈബ്സും ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് വിജയത്തിലേക്ക് പോകാൻ പറ്റൂ, ഇല്ലെങ്കിൽ നല്ല കുത്തനെ തലയിലേക്ക് വരും. അപ്പോൾ ഓക്കെ, നദീർ പറഞ്ഞ പോലെ നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. ഒരിക്കൽ കൂടി പറയുന്നു, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മറക്കരുത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വയലും പാടവും അതുപോലെ അതിൻ്റെ മനോഹരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നദീർ പറഞ്ഞ പോലെ പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളേക്ക് മുമ്പിലേക്ക് വരുന്നതാണ്. ഓക്കെ, ബൈ.